ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പണ്ട് കാലത്ത് മധുരയിൽ നടന്നിരുന്ന ചെപ്പടി വിദ്യക്കാരുടെ ഒരു മത്സരത്തെക്കുറിച്ചാണ്. ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം 3 പേർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഒരു വട്ടത്തിലുള്ള ഒരു തട്ടിൻ്റെ പുറത്ത് നിന്നാണ് ഇവർ മത്സരിക്കുന്നത്. ഈ മത്സരിക്കാൻ കയറുന്ന 3 പേർക്കും 3 മാന്ത്രിക വടി ഓരോരുത്തരുടെ കയ്യിലായിട്ട് നൽകും. ഓരോരുത്തരും അവരവരുടെ കയ്യിലിരിക്കുന്ന മാന്ത്രിക വടി ഉപയോഗിച്ച് മറ്റൊരാളെ ആക്രമിക്കുകയും അയാളുടെ ആക്രമണം ഇതേ മാന്ത്രിക വടി ഉപയോഗിച്ച് തടുക്കുകയും ഒക്കെ ചെയ്താണ് ഈ മത്സരത്തിൽ വിജയിക്കേണ്ടത്. ഈ മാന്ത്രിക വടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുൻപോയ വർഷങ്ങളിൽ ഈ മാന്ത്രിക വടി ഉപയോഗിച്ച് ജയിച്ച ആൾക്കാരുടെ പെർസെൻറ്റേജ് എത്ര പേർ ഓരോ മാന്ത്രിക വടി ഉപയോഗിച്ച് ജയിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അനുപാതത്തിലായിരിക്കും ഇതിൻ്റെ വിജയ സാധ്യത കണക്കാക്കി വെച്ചിട്ടുണ്ടാവുക. അതിലൊരു മാന്ത്രിക വടിയുടെ വിജയ സാധ്യത 60% മാത്രമാണ്. 100 പ്രാവശ്യം ഈ മാന്ത്രിക വടി ഉപയോഗിച്ച് മത്സരിച്ചിട്ട ആൾക്കാരിൽ 60 പേര് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത മാന്ത്രിക വടിയുടെ സാധ്യത 90%, അവസാനമുള്ളൊരു മാന്ത്രിക വടിയുടെ സാധ്യത 100%. നിങ്ങൾ ഒരു ചെപ്പടി വിദ്യക്കാരനാണ്. നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ മധുരയിലേക്ക് പോവുകയാണെങ്കിൽ ഈ 60%, 90%, 100% വിജയസാധ്യതയുള്ള മാന്ത്രിക വടികളിൽ ഏത് മാന്ത്രിക വടി ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഇനി നമുക്ക് ഈ മത്സരത്തിലേക്ക് കടക്കാം. ഞാനാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നതെങ്കിൽ ഈ 60% വിജയസാധ്യതയുള്ള മാന്ത്രിക വടിയായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. കാരണം മറ്റൊന്നുമല്ല, 90%, 100% വിജയസാധ്യതയുള്ള മാന്ത്രിക വടിയുമായി നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടും. കാരണം നമുക്കറിയാം, ഫുട്ബോൾ മത്സരമൊക്കെ നടക്കുമ്പോൾ റൊണാൾഡോയോ ലയണൽ മെസ്സിയോ ഒക്കെ കളിക്കാനിറങ്ങുന്ന മത്സരങ്ങളിൽ എതിർ ടീമിലുള്ള ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ കളിക്കാരെയായിരിക്കും. അവരുടെ നീക്കങ്ങൾ തടയാനും അവരെ കാല് വെച്ച് തടഞ്ഞിടാനും ഒക്കെ എതിർ ടീമിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലൊരു ലോജിക്കാണ് ഈ കാര്യത്തിലും ഞാൻ പ്രയോഗിക്കുന്നത്. കാരണം 90%, 100% വിജയസാധ്യതയുള്ള വടികളുമായി നിൽക്കുന്ന ആൾക്കാരെ മറ്റ് 2 പേരും കൂടുതൽ ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ 60% ഉള്ള വടിയുമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും 90-കാരനെയും 100-കാരനെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ധരിച്ചിരിക്കുകയും എപ്പോഴും അവരുടെ ആക്രമണം വന്നാൽ തടയാൻ പാകത്തിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ 90-കാരൻ്റെയും 100-കാരൻ്റെയും അവസ്ഥയും അതുതന്നെയായിരിക്കും. പിന്നെ അവർക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടുകയും ചെയ്യും. കാര്യം 90 പ്രാവശ്യം ജയിച്ച വടിയാണ് അല്ലെങ്കിൽ 100 പ്രാവശ്യം ജയിച്ച വടിയാണെന്നുള്ളൊരു ആത്മവിശ്വാസവും അവർക്കുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് മത്സരം തുടങ്ങുമ്പോൾ ഈ 60% വിജയസാധ്യതയുള്ള വടിയുമായി നിൽക്കുന്ന ഞാൻ ആദ്യമേ തന്നെ പരാജയപ്പെടും എന്നൊരു സൂചന അങ്ങോട്ട് നൽകും. എൻ്റെ വടി ഉപയോഗിച്ച് ഞാൻ ഇവർക്ക് 2 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ ശ്രമിക്കുകയും മനഃപൂർവ്വം തന്നെ ആക്രമണത്തിൻ്റെ ലക്ഷ്യം തെറ്റിക്കുകയും ചെയ്യും. അതോടുകൂടി ഈ 90%-കാരനും 100%-കാരനും എന്ത് കരുതും? ഇവനെ കൊണ്ട് പറ്റില്ല, അവൻ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്ന് കരുതി 90%-കാരനും 100%-കാരനും നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങും. പരസ്പരമുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ കുറച്ചു നേരം നീണ്ടു നിൽക്കുകയും ഇതിലൊരാൾ ജയിക്കുകയും ചെയ്യും. സ്വാഭാവികമായി ജയിച്ചു വന്ന ആൾ കുറച്ച് ക്ഷീണത്തിലായിരിക്കും. കാര്യം ഇത്രയും നേരം നടന്ന പോരാട്ടത്തിൻ്റെ ക്ഷീണം അയാൾക്കുണ്ടായിരിക്കും. അത്രയും നേരം ഈ പോരാട്ടം കണ്ടുകൊണ്ട് വെറുതെ നിന്ന് എനിക്ക് ഏതൊരു തരത്തിലുള്ള ക്ഷീണവും ഉണ്ടായിരിക്കുകയും ചെയ്യില്ല. ഞാൻ അപ്പോഴും പൂർണ്ണമായിട്ട് ആക്രമണത്തിന് സന്നദ്ധനായിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് ജയിച്ചു വന്ന ആളിനെ ആക്രമിക്കുകയും സ്വാഭാവികമായിട്ട് ഞാൻ ജയിക്കുകയും ചെയ്യും. ഇതിനകത്തുള്ള ലോജിക്ക് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. ഏറ്റവും മികച്ച അവസരത്തിനായി ഏറ്റവും ക്ഷമയോടെ കാത്തിരിക്കുന്ന ആൾ കൃത്യമായി വിജയിക്കുമെന്നുള്ളതാണ് ഈ ലോജിക്കിന് പിന്നിലുള്ള തത്വം.